ട്രിപ്പിൾ ഓം ശാന്തി. സ്ഥലം ഒന്നായിട്ട് മാറ്റി. സ്ഥലം മാറ്റിയെന്ന് തന്നെ ഇന്നത്തെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടില്ല, യോഗം ചെയ്യാൻ വേണ്ടിയിട്ടല്ല. യോഗമൊക്കെ അവിടെ തന്നെ ഇരുന്ന് ചെയ്തു. നമ്മള് ആരുടെയാണ്, എന്താ പരിപാടി? ഇത് വ്യക്തമായി കഴിഞ്ഞാൽ പണിയായിട്ട് ചെയ്താണ്. സെലിബ്രിറ്റികൾക്ക് ഭയങ്കര ജനത്തിരക്കാണ്. എന്താണ്, ആരാണ് സെലിബ്രിറ്റി? സെലിബ്രിറ്റി എന്നാണ് പറയാം. ഇപ്പൊ സെലിബ്രേഷൻ, ആഘോഷം അല്ലെ? സെലിബ്രേഷന്റെ അർത്ഥം ആഘോഷം എന്നല്ലേ? സെലിബ്രേഷൻ ഉണ്ടാക്കുന്നവൻ സെലിബ്രിറ്റി. ആഘോഷം ഉണ്ടാക്കുന്നവൻ, ആനന്ദം ഉണ്ടാക്കുന്നവൻ. സെലിബ്രേഷൻ ആഘോഷം, ആനന്ദം, സന്തോഷം, ഉത്സവം എന്നീ അർത്ഥങ്ങൾ, പല പല അർത്ഥങ്ങളുണ്ട് സെലിബ്രേഷൻ. അത് ഉണ്ടാക്കുന്നവൻ ആരോ അവനാണ് സെലിബ്രിറ്റി. ഇവിടുത്തെ ഏറ്റവും വലിയ സെലിബ്രിറ്റി ആരാണ്? ഈ പ്രപഞ്ചത്തിന്റെ, ഒരു സംശയമില്ല, ദൈവം, ഈശ്വരൻ, അല്ലാഹ്, ഗോഡ്. ഇദ്ദേഹമാണ് ഏറ്റവും വലിയ സെലിബ്രിറ്റി. പക്ഷെ പാവം ജനന മരണ ചക്രത്തിലേക്ക് വന്ന് നമ്മളെപ്പോലെ ആവണില്ല. പാവം ദൈവം. പക്ഷെ നമ്മൾ ആര്? സനാതന ധർമ്മത്തിലുള്ളവർ. ഈ പറഞ്ഞ സംഭവത്തിലൊക്കെ കറങ്ങി വരുമ്പോ ഈ സെലിബ്രിറ്റി വന്ന് പറയാണ്, മക്കളെ മതി, കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയ പോലെ ആയിട്ടുണ്ട് നിങ്ങളുടെ അവസ്ഥ. മക്കളെ, നിങ്ങള് കുരങ്ങന്മാരല്ല. പക്ഷെ നിങ്ങളുടെ കുരങ്ങ് സ്വഭാവം മാറ്റൂ. ആ സെലിബ്രിറ്റിയെ ഓർമ്മിക്കൂ. എങ്ങനെ? അപ്പൊ ആ മെത്തേഡ്സ് ഒക്കെ പറഞ്ഞു, അനവധി മെത്തേഡ്സ് പറഞ്ഞു. വർഷപ്പത്രേ 1936 തുടങ്ങിയ കാര്യം ഒരാളായി. ആര്? ബ്രഹ്മബാബ, അമ്മ, രണ്ടുപേരെ. ബാക്കിയുള്ളവരുടെ ഒന്നും കാര്യം ബാബ പിന്നെന്താ പറയാൻ. അതിനുശേഷം ബാബ ഗുൽസാർദാദിയിൽ വന്നു എന്നൊക്കെയാണല്ലോ പറയുന്നത്. ബാബ ആവട്ടെ, ബ്രഹ്മബാബ ആവട്ടെ, ശിവബാബ ആവട്ടെ, ആരോ വന്നു. ഈ രണ്ടുപേരും കൂടെ ചേർന്ന കമ്പൈൻഡ് രൂപം വന്നു. പക്ഷെ അതിന്റെ ശേഷം പിന്നെയും ഒരുപാട് പേര് ശരീരം വിട്ടില്ലേ. ആരും പിന്നീട് ഇവരുടെ പോലെ ആയിട്ടില്ലേ, ഇവരുടെ ലെവലിലേക്ക് ആയിട്ടില്ല. ആര്? അഷ്ടരത്നങ്ങൾ. ബാക്കി 6 പേര് ആയില്ല. ആയാ പറയണ്ടേ, ബ്രഹ്മാവ് പറയണ്ടേ, അല്ലെങ്കിൽ ശിവബാബ പറയണ്ടേ? രണ്ടു കൂട്ടർക്കും പറയാലോ. ബ്രഹ്മബാബയ്ക്കും പറയാം, ശിവബാബയ്ക്കും പറയാം. ഗുൽസാർദാദിയിൽ വന്നുകൊണ്ടേയിട്ടുണ്ട്. കൂടാതെ സൂക്ഷ്മവാദനത്തില് പോയി പാർട്ട് അഭിനയിക്കുന്ന മറ്റു കുറെ പാർട്ടുകാരികളുണ്ട്. സൂക്ഷ്മവാദനത്തിൽ ഇടയ്ക്കിടയ്ക്ക് പോണ്, ഇന്ന ദിവസം ബാബ വരുന്നു എന്ന കാര്യങ്ങളൊക്കെ പാർട്ട് എടുത്ത് വരുന്ന കുറെ പേരുണ്ട്. അവര് പറഞ്ഞു, ഇന്നാള് അഷ്ടരത്നായി, ഇന്നാളുടെ രൂപം അവിടെ കണ്ടു പറഞ്ഞു. ഗുപ്തം. ബാക്കി അഷ്ടരത്നങ്ങൾ ആര് എന്ന കാര്യം 6 പേര്. ഈ 2 കഴിഞ്ഞാൽ പിന്നെ 6 പേര്. മമ്മയും ബാബയും കഴിഞ്ഞാൽ പിന്നത്തെ 6 പേര് ആര് എന്ന കാര്യം ഗുപ്തം. അഷ്ടരത്നങ്ങൾ മാത്രല്ലട്ടാ, 108 ഉണ്ട്. 108 അനവധി. അതുകൊണ്ട് ആരും ഒരു കാരണവശാലും മൈൻഡിനെ താഴ്ത്തണ്ട, ഏറ്റവും ഉയർത്ത. കാരണം എന്താ വെച്ചാൽ അഷ്ടരത്നം ഒരഷ്ടരത്നല്ല, അനവധി 108 മാല ഉണ്ടാക്കാമെങ്കിൽ അനവധി അഷ്ടരത്നങ്ങൾ ഉണ്ടാവില്ലേ. അപ്പൊ അതുകൊണ്ട് ഞാൻ 108 അഷ്ടരത്നത്തിലാണോ
16,108 എന്ന് തീരുമാനിക്കേണ്ടത് അവരവരാണ്. ഇനി 16,108 മാലയും നിരവധി ഉണ്ടാക്കുക. ആയിരിക്കും ഇട്ടുകൊടുക്കുക? വിഷ്ണുവിന് ഇട്ടുകൊടുക്കുക. ബാബ പറഞ്ഞ ഗുപ്തമായ കാര്യങ്ങൾ വളരെ ഭംഗിയിൽ മനസ്സിലാക്കിയിട്ട് നമ്മളതാണെങ്കിൽ ആവാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, എനിക്ക് അഷ്ടരത്നാവണോ, 108 ആവണോ, 16,108 ആവണോ എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ബൂസ്റ്റ് ചെയ്യുക. ഞാൻ അതാണ്, ഏതാണ് വേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്യുക. ചോയ്സ്. ശ്വാസം വലിക്കുക, അങ്ങോട്ട് ഉള്ളിലേക്ക് ഇരുത്തുക. എന്നിട്ട് മൈൻഡിൽ പറയുന്നതിന് മുമ്പ് ആദ്യം നാവ് കൊണ്ടാണ്ട് ഉച്ചരിച്ചോളൂ. നാവ് കൊണ്ട് ഉച്ചരിച്ചാല് കാതിലൂടെ കേൾക്കാൻ പറ്റും. ഞാൻ അഷ്ടരത്നമാണ്. കണ്ടോ? കാതിലൂടെ കേട്ട സംഭവം നേരെ എവിടെത്തും? തലച്ചോറിലെത്തും. വീണ്ടും പറയാം, ഞാൻ അഷ്ടരത്നമാണ്. സ്വയം. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാല് നമ്മളെയാണ്. അല്ലെങ്കിൽ ആക്കണം. എനിക്ക് എന്റെ കുട്ടിയെ, എന്റെ ഭാര്യയെ, അല്ലെങ്കിൽ എന്റെ അച്ഛനെ, എന്റെ അമ്മയെ എന്നൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ അതൊക്കെ അങ്ങോട്ട് മാറ്റിക്കോ. അവനവന് ഇഷ്ടപ്പെടും. ഭാര്യ എപ്പോ വേണമെങ്കിലും പോവാം. ഒന്നുകിൽ ഒളിച്ചോടാം, അതല്ലെങ്കിൽ കേസ് കൊടുത്ത് പോവാം, അതല്ലെങ്കിൽ മരിച്ചു പോവാം. അച്ഛൻ എപ്പോ വേണമെങ്കിലും പോവാം, ഒളിച്ചോടാൻ പോവില്ല, മരിച്ചു പോവാം. അമ്മ എപ്പോ വേണമെങ്കിലും ഇല്ലാതെയാവും, മരിച്ചു പോവാം, അതല്ലെങ്കിൽ മരിച്ചു പോവാം. രണ്ടിലൊന്നേ നടക്കുള്ളൂ. കാരണം അമ്മ കുട്ടീനെ വിട്ടു പോവില്ല. അപ്പോ കുട്ടികൾ വേണമെങ്കിൽ അമ്മയെ വിട്ടു പോകണം. പിന്നെ അവസാനം അമ്മയെ കാണാൻ വരുന്നത് എപ്പോഴാണ്? അവളുടെ ജോലിയോ അതല്ലെങ്കിൽ ഭാര്യനെ കേട്ട് വേറെ വീട്ടിലേക്ക് പോയിട്ടോ അങ്ങനെ ആയാലും അമ്മേനെ വിട്ടല്ലോ. പക്ഷെ ആ അമ്മ, നമ്മുടെ അമ്മ, ഓരോരുത്തർക്കും ഓരോ അമ്മമാര്, അവരിങ്ങനെ പിടിച്ചു കളിക്കുന്നു. പ്രത്യേകിച്ച് ഒറ്റക്കുട്ടിയുള്ളവർക്കൊക്കെയാണ് ഏറ്റവും വലിയ പാട്. 2 കുട്ടികളാകുമ്പോ വലിയ വിഷയമില്ല. എന്നെ സംബന്ധിച്ച് വലിയ വിഷയമില്ല. 2 മക്കളാണ്. ഒന്ന് ഞാനും എന്റെ പെങ്ങളും. അപ്പൊ എന്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും കിട്ടിയിട്ടില്ലെങ്കിൽ പെങ്ങളുടെ അടുത്ത് കൊടുത്തോളൂ, അല്ലെങ്കിൽ പെങ്ങൾക്ക് കൊടുത്തോളൂ. ഇനിയിപ്പോ എനിക്ക് എന്തെങ്കിലും തന്നിട്ട് എനിക്ക് വലിയ സന്തോഷം ഇല്ലെങ്കിൽ പെങ്ങൾക്ക് കൊടുത്തോളൂ. ഈ അമ്മമാരെന്ന് പറഞ്ഞാൽ ഇവരെ ആവശ്യം എപ്പോഴും സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ്, കുട്ടികളെ സന്തോഷിപ്പിക്കുക എന്നുള്ളത്. അച്ഛന്മാരുടെ ആഗ്രഹം അതൊക്കെ തന്നെ. പക്ഷെ ഇപ്പൊ കലി കയറിയിട്ട് ഈ വക പരിപാടിയൊന്നും ഇല്ലാതായിട്ടുണ്ട്. കുട്ടികളെ സന്തോഷത്തിനേക്കാൾ ഉപരി അവരുടെ സന്തോഷത്തിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു കാലം. ചിലരങ്ങനെയല്ല. ചിലര് പൊന്നമ്മമാരാണ്, ചിലര് പൊന്നച്ഛന്മാരാണ്. വളരെ പൊന്നുപോലുള്ള അച്ഛന്മാരും പൊന്നുപോലുള്ള അമ്മമാരും ഇപ്പോഴും ഉണ്ട് ഭൂമിയിൽ. ചിലര് ഈ പറഞ്ഞ പോലെ ആകെ ഗതിയായിട്ട്. പിന്നെ അത് കുറച്ചും കൂടെ നല്ല വൃത്തിയിൽ പോണത് എന്താ? മക്കള് ക്ലിയർ ആക്കുന്നുണ്ട് ചില അമ്മമാരും അച്ഛന്മാരും. അപ്പോ ആദ്യം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടേണ്ട സാധനം ഇതാണ്. യെസ്, മൈ ബോഡി. ഓരോരുത്തർക്കും അവരവരുടെ ബോഡിയാണ് ഏറ്റവും പ്രാധാന്യം. അതിനെ നന്നായിട്ട് ഇഷ്ടപ്പെടുക. എന്നിട്ട് അതിന് ഏറ്റവും ടോപ്പിലേക്ക് എത്തിക്കുക. ആ ഏറ്റവും ടോപ്പിലേക്ക് എത്തിക്കുന്നത് എങ്ങനെ? ചിന്തയാണ്. ചിന്ത, കർമ്മം. അതിന്റെ ആധാരത്തിൽ ഏറ്റവും ടോപ്പിലേക്ക് എത്തിക്കുക. കൂളിംഗ് ഗ്ലാസ് വേണ്ട. അങ്ങനെ ഏറ്റവും ടോപ്പിലേക്ക് എത്തിക്കാൻ പറ്റിയ ഒരവസരം ഇപ്പോൾ. എന്നിട്ട് പറയാം, ഞാൻ അഷ്ടരത്നമാണ്. ഇത് പറയുമ്പോ മറ്റാള് കേൾക്കും. തലച്ചോറിന്റെ ഉള്ളിൽ ആ ആത്മബിന്ദു, അത് ഓരോരുത്തർക്കും ഓരോ വിധത്തിലുള്ള വജ്രങ്ങളായിരിക്കും. ഓരോ ആത്മബിന്ദുക്കളും ഓരോ വിധത്തിലുള്ള വജ്രങ്ങളായിരിക്കും. ആ വജ്രം കേൾക്കും. ആദ്യം ആരും നേരെ വജ്രം കേൾക്കില്ല. ആദ്യം ബോധ മനസ്സ് കേൾക്കും, പിന്നെ ഉപബോധ മനസ്സ് കേൾക്കും. ഇവരാണ് നേരെ ആത്മാവിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. താങ്കൾ അഷ്ടരത്നമാണ്.
അല്ലെങ്കിൽ 108 എടുത്തിട്ട് 200 ആയിരിക്കും. അപ്പൊ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ അങ്ങോട്ട് ബൂസ്റ്റ് ചെയ്യും. ബൂസ്റ്റിങ്ങിന്റെ അടുത്ത സ്റ്റെപ്പ് അടുത്ത ഖണ്ഡത്തിൽ പറഞ്ഞത്. ഇപ്പോൾ ഓം ശാന്തി.